നമസ്കാരം. പലപ്പോഴും 40-45 വയസ്സിന് ശേഷം ഈ ശരീരത്തിലെ വേദനയും നീർക്കെട്ടും തരിപ്പും മരവിപ്പും ഒന്നും ഇല്ലെങ്കിൽ ഇത്രത്തോളം നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും തന്നെ. ഇതിനെയൊക്കെ തന്നെ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളെ മാറ്റാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ കാലുകൾ എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ഹാർട്ടായിട്ടാണ് പരിഗണിക്കുന്നത്. ഹൃദയം ഉള്ള നമ്മുടെ ഓക്സിജനെയും പോഷകങ്ങളെയും എല്ലാം തന്നെ സർക്കുലേറ്റ് ചെയ്ത് നമ്മുടെ എല്ലാ ബോഡി പാർട്സിലേക്കും എത്തിക്കുന്നുണ്ട്. എന്നാൽ കാലുകളുടെ സർക്കുലേഷൻ കാലിലേക്ക് എത്തിക്കുന്നത് പോലെ തന്നെ കാലിൽ നിന്നും ഒക്കെ മുകളിലേക്ക് ബ്ലഡിനെ പമ്പ് ചെയ്ത് എത്തിക്കാൻ സഹായിക്കുന്നത് കാഫ് മസിൽസ് ആണ്. അപ്പോൾ ഇതിൽ ഇടയ്ക്ക് നിങ്ങൾക്ക് മസിൽ പിടുത്തം, കോച്ചി പിടുത്തം എന്നൊക്കെ പറയാറില്ലേ, ഉറക്കത്തിലുണ്ടാവുന്ന മസിൽ കയറ്റം, ഇത്തരം പ്രശ്നങ്ങളൊക്കെ മാറ്റാനും കാലിൻ്റെ ആരോഗ്യം കൂട്ടാനും ഇതുപോലുള്ള തരിപ്പ് മരവിപ്പ് ഏതെങ്കിലും ഭാഗത്ത് കാല് വെച്ചാൽ പിന്നീട് ഒരടി നടക്കാൻ പറ്റാത്ത അവസ്ഥ, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കാലിൽ വേദനയോ തരിപ്പോ മരവിപ്പോ ഒക്കെ കാരണം നടക്കാനുള്ള ബുദ്ധിമുട്ട്, ജോയിൻറ്റുകളിലൊക്കെ തന്നെ വേദന ഉണ്ടാവുന്ന ഒരു പ്രശ്നം, അല്ലെങ്കിൽ ശരീരത്തിൽ നീർക്കെട്ട് വരിക, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, കഴുത്തനക്കാൻ പറ്റാത്ത അവസ്ഥ, കൈ പൊക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണ്. മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇതിൽ വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ആശ്വാസം തരുന്ന രീതിയിലുള്ള നല്ല 3 ആയുർവേദ ഓയിലുകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കണ്ടു കഴിഞ്ഞാലും മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കരുത്. ഞാൻ ഡോക്ടർ സജിത ആദിജിൻ. ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളെ മാറ്റാൻ സഹായിക്കുന്ന ആദ്യത്തെ നമ്മുടെ ഓയിലാണ് കൊട്ടൻ ചുക്കാദി തൈലം എന്നുള്ളത്. കൊട്ടൻ ചുക്കാദി നമ്മളെല്ലാവരും പലപ്പോഴായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും. ശരീരത്തിലുണ്ടാവുന്ന ഒരുവിധം പെയിനും നീർക്കെട്ടും അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ മാറ്റാൻ സഹായിക്കുന്നതാണ്. അതിൽ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് ആർത്രൈറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സയാറ്റിക്ക, അല്ലെങ്കിൽ മസിൽ പെയിന്, സ്പോണ്ടൈലോസിസ്, കഴുത്തിനൊക്കെ വരുന്ന വേദന, നീർക്കെട്ട്, കഴുത്തിൽ വരുന്ന ആ സ്പ്രെയിൻ ഉണ്ടല്ലോ അത് മാറ്റാൻ, അല്ലെങ്കിൽ കാൽമുട്ടിലോ കൈമുട്ടിലോ ഒക്കെ തന്നെ ഇഞ്ചുറി ഉണ്ടാവുന്ന സമയത്ത്, ടെന്നീസ് എൽബോയുടെ ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ ഇത്തരം തരിപ്പ് മരവിപ്പ് പെയിന്, ആ ഒരു സ്റ്റിഫ്നെസ്, ഇതൊക്കെ മാറ്റാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്ലൊക്കേഷൻ വന്നിട്ടുള്ള രീതിയിലുള്ള വേദനകളൊക്കെ ഉണ്ടല്ലോ, ഷോൾഡറിനൊക്കെ വരുന്ന, അതൊക്കെ മാറ്റാൻ നല്ലതാണ്. അതുപോലെ ഒരു പനി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ശരീരവേദന, ജോയിൻറ്റുകളിലൊക്കെ വേദന, മസിലിന് പെയിന്, നീർക്കെട്ട് ശരീരത്തിൽ, അങ്ങനെ മാറാത്ത വേദനകൾ ഉണ്ടാവും. അത്തരം സമയങ്ങളിലൊക്കെ കൊട്ടൻ ചുക്കാദി തൈലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ചുക്ക്, വയമ്പ്, മുരിങ്ങ തുടങ്ങിയിട്ടുള്ള ഒട്ടനേകം ആയുർവേദ മരുന്നുകളുടെ ഒരു കൂട്ടാണ് കേട്ടോ ഇത് ഉപയോഗിക്കുന്ന സമയത്തിന് ശരീരത്തിലെ നീർക്കെട്ടും വേദനയൊക്കെ മാറ്റാൻ സഹായിക്കുന്നുണ്ട്. ആയുർവേദ പഞ്ചകർമ്മ ട്രീറ്റ്മെന്റുകളിലൊക്കെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് കൊട്ടൻ ചുക്കാദി തൈലം. അല്ലെങ്കിൽ കടിവസ്തി ചെയ്യാനായാലും ലോക്കലൈസ്ഡ് ഏതെങ്കിലും ഭാഗത്ത് ഇതുപോലുള്ള നീരോ വേദനയോ ഒക്കെ തന്നെ മാറാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗങ്ങളിൽ പൂച്ചിടുന്ന പോലെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇത് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം പ്രത്യേകം മറ്റുള്ള മരുന്നുകളുടെ കൂടെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്നൊരു തൈലം തന്നെയാണ് കൊട്ടൻ ചുക്കാദി തൈലം. ഇതിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതല്ലേ, അത് പ്രത്യേകം പറയുന്നു. ഒരു ചെറിയ രീതിയിൽ ചൂടാക്കിയിട്ട്, അത് പുക വരുന്നത് പോലെ ഓയിൽ ചൂടാക്കരുത്. നിങ്ങൾ എടുക്കുന്ന പാത്രം ചൂടുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് ഈ തൈലം ഒഴിച്ചാലും മതി. അതിൻ്റെ ഗുണം നഷ്ടപ്പെടുന്ന രീതിയിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ ഒരുപാട് ചൂടാക്കേണ്ടതില്ല. എന്നിട്ട് ആ ഒരു ചെറിയ ചൂടിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിടുക എന്നുള്ളതല്ല, ഒരു ചെറിയ മസാജ് കൊടുക്കുന്നത് ആ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഇതുപോലുള്ള സ്റ്റിഫ്നെസ് ഒക്കെ കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ തൈലം ഏതാണെന്ന് അറിയണ്ടേ, അതാണ് കർപ്പൂരാതി തൈലം. കർപ്പൂരാതി തൈലത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ആ കർപ്പൂരത്തിൻ്റെ ഒരു ഗന്ധം തന്നെയാണല്ലേ ഓർമ്മ വരുന്നത്. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക്, അല്ലെങ്കിൽ ഇതുപോലുള്ള തരിപ്പ് മരവിപ്പ് വേദന നീർക്കെട്ട് ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാൻ സഹായിക്കുന്നതാണ്. അതിന് പുറമെ ആസ്മ രോഗികളായിട്ടുള്ളവരുണ്ടാവും, ശ്വാസം മുട്ട് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ, അങ്ങനെയുള്ളവർക്ക് വളരെ നല്ലതാണ്. തേച്ചു കുളിക്കാനും, അല്ലെങ്കിൽ മൂക്കടപ്പ് പ്രശ്നങ്ങൾ, സൈനസൈറ്റിസ് ഒക്കെ വന്നവർക്ക് ചെറുതായിട്ട് വിരലിൽ തന്നെ ഒന്ന് ഇട്ടിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്തതിന് ശേഷം അതൊന്ന് മൂക്കിലേക്ക് വലിച്ചെടുക്കുക. അതിൻ്റെ ഗന്ധം വലിച്ചെടുക്കുന്നതൊക്കെ നല്ലതാണ്. മസ്കുലാർ പെയിന്, റൊമാറ്റിക് കംപ്ലയിൻസ്, മൾട്ടിപ്പിൾ ജോയിൻറ്റ് പെയിനുകൾ, എവിടെയുള്ള ജോയിൻസ് ആയാലും അതിൻ്റെ വേദനകളൊക്കെ മാറ്റാനായാലും, കഴുത്ത് വേദന, ബാക്ക് പെയിന് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്കും, മരവിപ്പ്, തരിപ്പ്, സ്റ്റിഫ്നെസ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ സ്റ്റിഫായിട്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ, കഴുത്തിലേക്കൊന്നും ശരിയായിട്ട് കഴുത്തൊന്നും അനക്കാൻ പറ്റാത്ത ഒരവസ്ഥ, അതിലൊക്കെ നിങ്ങൾക്ക് വളരെ
ഉപകാരപ്രദമായിട്ടുള്ളതും പെട്ടെന്ന് ഗുണം തരുന്നതുമായിട്ടുള്ളതാണ് കർപ്പൂരാതി തൈലം. വാതദോഷം, ആമവാദം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ തന്നെ നല്ല ഗുണം തരുന്നതാണ്. പിന്നെ നമ്മൾ ഉറക്കത്തിലൊക്കെ ഉണ്ടാവുന്ന കാലിൽ മസിൽ കയറുന്ന ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാറില്ല, അത്തരം ആളുകൾക്കൊക്കെ തന്നെ തേച്ച് അല്പനേരം നന്നായിട്ട് തേച്ച് തടവി നമ്മുടെ ആ ബോഡിക്ക് നമ്മൾ തടവുന്ന സമയത്ത് തന്നെ ഒരു ചെറിയ ലൈറ്റ് ചൂട് വരുന്നതായിട്ട് കാണാം. അങ്ങനെ വരുന്നത് ആ സർക്കുലേഷൻ കൂടുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇതൊന്നും 1-2 ദിവസമല്ല, നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റുന്ന ചില മരുന്ന് കൂട്ടുകൾ ചേർത്തുണ്ടാക്കുന്നതാണ്. മൂന്നാമത്തേത് പറയട്ടെ, തലമുറകളായിട്ട് കൈമാറി വരുന്ന മലയാളികളുടെ അഭിമാനമായിട്ടുള്ള ധാന്വന്തരം തൈലം തന്നെയാണ് കേട്ടോ. മരുന്നിന്റെ ഔഷധ ഗുണം കൊണ്ട് ആദിദേവനായ ധാന്വന്തരിക്ക് പ്രിയങ്കരമായതിനാലാണ് ഈ ഔഷധക്കൂട്ട് ധാന്വന്തരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ധാന്വന്തരം തൈലം കൂടുതൽ ഫലപ്രാപ്തിക്കായി 7, 14, 21, 101 എന്നീ ക്രമത്തിൽ ആവർത്തിച്ച രൂപത്തിലും തയ്യാറാക്കുന്നുണ്ട്. ഇതിനു പുറമെ ധാന്വന്തരം കുഴമ്പും ലഭ്യമായിട്ടുള്ളതാണ്. ധാന്വന്തരം കുഴമ്പും തൈലവും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ധാന്വന്തരം തൈലത്തിലും ആവർത്തികളിലും എള്ളെണ്ണ മാത്രമേ ഉള്ളൂ, എന്നാൽ കുഴമ്പിൽ എണ്ണ, നെയ്യ്, ആവണക്കെണ്ണ എന്നിവ കൂടി ചേർന്നിട്ടുള്ളതാണ്. ഇവയെ കുറുന്തോട്ടി മുതലായ മരുന്നുകളും പാലും ചേർത്ത് യഥാവിധി സംസ്കരിച്ചെടുക്കുന്നതാണ് കേട്ടോ. ദശമൂലം, കുറുന്തോട്ടി, യവം തുടങ്ങിയ ഒട്ടനേകം ആയുർവേദ മരുന്നുകളുടെ ഒരു കഷായ കൂട്ടും, അതുപോലെ തന്നെ ഞെരിഞ്ഞില്, ക്ഷീരകാകൂരം, ജീവകം, അമുക്കൂരം എന്നിവയെല്ലാം തന്നെ കൽക്കും ചേർത്ത് എണ്ണയുടെ 6 ഇരട്ടി പാല് ചേർത്തിട്ട് ഒക്കെ തന്നെ മിക്സ് ചെയ്തിട്ട് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നതാണ് ഈ ധാന്വന്തരം തൈലം. വാദത്തെ ശമിപ്പിക്കാനും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഞരമ്പിൻ്റെ ഒക്കെ തന്നെ നശിച്ചുപോയ ഞരമ്പുകളാണെങ്കിൽ പോലും അത്രയേറെ ക്ഷയം സംഭവിച്ചിട്ടുള്ള ഞരമ്പുകൾക്ക് പോലും ശക്തി കൂട്ടുന്ന രീതിയിലുള്ള ഒന്നാണ് ധാന്വന്തരം തൈലം. ഇനി ഇത് തന്നെ ഗർഭിണികളിൽ പ്രസവത്തിന് മുൻപും പ്രസവശേഷവും തന്നെ ആയാസകരമായിട്ടുള്ള ശരീരത്തിൻ്റെ ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ, ഒരു പ്രസവം എന്ന് പറയുന്നത് അത്രത്തോളം നമ്മൾ ശരീരത്തിനെ ആയാസമാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനെയൊക്കെ മാറ്റാനും ശരീരത്തിൽ ഉണ്ടാകുന്ന വേദന, നീർക്കെട്ട് പ്രശ്നങ്ങളും ക്ഷതം അല്ലെങ്കിൽ ചതവ് ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാൻ സഹായിക്കുന്നതാണ് ഈ ധാന്വന്തരം തൈലവും കുഴമ്പും എല്ലാം തന്നെ. വാതരോഗികളായാലും പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ, മർമ്മഭാഗങ്ങളിൽ പരിക്കേറ്റവർ എന്നിവരിലാണ് കേട്ടോ ധാന്വന്തരം കുഴമ്പും തൈലവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ തരിപ്പ്, കടച്ചിൽ, വേദന, ശരീരത്തിന്റെ ഒരു ഭാഗത്തുള്ള ബലക്ഷയം ഉണ്ടല്ലോ, അങ്ങനെ മുഖം കോടുന്ന ഒരു ഫേഷ്യൽ പാലസി പോലുള്ള ബുദ്ധിമുട്ടുകൾ, മൂത്രതടസ്സം, ഗർഭാശയ രോഗങ്ങൾ, ഇവയുടെ ചികിത്സയിലൊക്കെ ധാന്വന്തരം തൈലം ഒക്കെ ഉപയോഗിക്കാറുണ്ട്. കർക്കിടക മാസത്തിലെ ചികിത്സയുടെ ഭാഗമായിട്ടും ഈ ഔഷധം വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. കർക്കിടകത്തിലെ എണ്ണ തേച്ച് കുളിയിലെ പ്രധാന ഔഷധക്കൂട്ടുകളിൽ ഒന്നാണ് ധാന്വന്തരം കുഴമ്പ്. അതുപോലെ മരുന്നുകളുടെ ഈ യോഗം തന്നെ കഷായ രൂപത്തിൽ തയ്യാറാക്കി അകത്തേക്ക് കഴിക്കാനും കൊടുക്കാറുണ്ട്. ഇതേ കഷായ യോഗം തന്നെ ധാന്വന്തരം, ഖ്വാദം, ടാബ്ലറ്റ് ആ രീതിയിലൊക്കെ നമുക്ക് ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളാണ്. രോഗിയുടെയും രോഗത്തിൻ്റെയും ഒക്കെ അവസ്ഥ നോക്കിയിട്ടാണ് ഡോക്ടേഴ്സ് പലപ്പോഴും ഇതിൻ്റെ ടാബ്ലറ്റ് രൂപത്തിലും ഒക്കെ തന്നെ നിർദ്ദേശിക്കാറുള്ളത്. അത് കഷായ രൂപത്തിലും ഒക്കെ തന്നെയുണ്ട്. നമ്മളിവിടെ പറയുന്നത് തൈലത്തിൻ്റെയും കുഴമ്പിൻ്റെയും നമ്മൾ പുറമെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചാണ് വിവരിച്ചിട്ടുള്ളത്. എങ്കിലും നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മറ്റുള്ള കുഴമ്പും തൈലത്തിൻ്റെയൊക്കെ കൂടെ ഇത് ഉപയോഗിക്കുമ്പോൾ ഒന്നുകൂടെ ഇഫക്റ്റ് കൂടും. അപ്പോൾ അതിന് നിങ്ങളുടെ നേരിട്ടുള്ള ഡോക്ടറിൻ്റെ കൺസൾട്ടേഷനിൽ നിങ്ങൾക്കത് സ്വീകരിക്കാവുന്നതുമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സെക്കൻഡ് ഹാർട്ട് എന്ന് പറയുന്ന കാലുകളുടെ ആരോഗ്യം അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയണ്ട കേട്ടോ. കാല് നല്ല ആരോഗ്യത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതുപോലുള്ള സർക്കുലേഷൻ നന്നായിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള വേദനയും, നീരും, നീർക്കെട്ടും, ബുദ്ധിമുട്ടുകളും, തരിപ്പ്, മരവിപ്പ് തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു പ്രതിവിധിയാണ്. അതിന് സഹായിക്കുന്ന വളരെ ഗുണം തരുന്ന, പെട്ടെന്ന് ഇഫക്റ്റ് തരുന്ന 3 മരുന്നുകളാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഡെയിലി ലൈഫിൽ വളരെ ഉപകാരപ്രദമായിട്ടുള്ളതായിരിക്കും. ഒരു വീട്ടിൽ ഒരു വാതരോഗിയോ അല്ലെങ്കിൽ ഇതുപോലുള്ള വേദനകളും നീർക്കെട്ടും അനുഭവിക്കുന്ന ആരെങ്കിലും ഒരാളുണ്ടായിരിക്കും. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അവർക്കൂടെ പറഞ്ഞു കൊടുക്കാൻ മറക്കരുതേ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പലപ്പോഴും ഇതുപോലുള്ള ആരോഗ്യപരമായിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ കൂടുതലും ഉൾപ്പെടുത്താറുള്ളത്. അപ്പോൾ ഇതൊന്നും തന്നെ നിങ്ങൾക്ക് സ്കിപ്പായി പോവാതിരിക്കാൻ നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.